3 നേരവും അരിയാഹാരം കഴിക്കുന്ന ആളാണോ നിങ്ങൾ? ദോശ, ഇഡ്ഡലി, പുട്ട്, ചോറ് എന്നാൽ ഇതിനെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ വന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി മാവായിട്ടാണ്. അപ്പം നമുക്ക് കണ്ടാലോ? ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗി ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം വരും. റാഗിക്ക് മഞ്ഞപ്പുല്ല്, മുത്താറി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? ഒന്ന് കമന്റ് ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇഡ്ഡലി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ കൂടുതലായി ദോശമാവിന് അരി അരക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. ഇതിന് ഡൊപ്പി അരി എന്നാണ് പറയുന്നത്. റാഗി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ഡൊപ്പി അരി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അവിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ നമ്മൾ അവിൽ ലാസ്റ്റ് ആണല്ലോ ഇടുക, ഞാൻ പക്ഷേ ഇതിന്റെ കൂടെ തന്നെയാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ലപോലെ നമുക്കൊരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. കാരണം ഈ റാഗിയിൽ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാകും. അത് നമ്മൾക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവും. കളർ കണ്ട ഇത് ഇനി നല്ലോണം കഴുകി നല്ല തെളിഞ്ഞ വെള്ളം ആവുന്നവരെ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 4-5 തവണ കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും വെള്ളം നല്ല ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 8 മണിക്കൂർ അടച്ചു വെക്കാം. എല്ലാം ഒന്ന് പൊതിർന്ന് വരട്ടെ. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. കുറച്ചിട്ട് അരച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സി പെട്ടെന്ന് ചൂടാവും. അഥവാ മിക്സി ചൂടാവുന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ പൊതിർക്കുന്ന ആ സമയമില്ലേ, പൊതിർത്ത് ഒരു 8 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ലാസ്റ്റ് 1 മണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് മിക്സി ചൂടാവാണ്ട് അരച്ചെടുക്കാൻ പറ്റും. ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് പോലെ അധികം കട്ടിയായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. അടുത്ത ബാച്ച് കൂടി ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള പരിപാടി. അതെന്താന്ന് വെച്ചാൽ ഈ മാവൊക്കെ പുളിക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഒരു 1-2 മിനിറ്റ് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോട്ട് എടുക്കാൻ ആക്ച്വലി വിട്ടുപോയതാണ്. നിങ്ങൾ ഇട്ടേക്കണേ മറക്കാണ്ട്. നമ്മൾ ദോശമാവ് അരി അരക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കില്ല റാഗി ദോശേൻ്റെ ബാറ്ററിന് ഉണ്ടാവുക. അത് കുറച്ചൊരു തരി പോലെ ഉണ്ടാവുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ നമുക്കത് മാറ്റി വെക്കാം. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ പതച്ചു പൊങ്ങിയ മാവ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. ഇനി നമുക്ക് ഇഡ്ഡലി ഒന്ന് ചുട്ടു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന്. നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് എല്ലാവരും ഒന്ന് തടയി കൊടുക്കാം. ഇനി മാവ് ഓരോ തട്ടിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നോക്കിയേ, അധികം ലൂസും അല്ല അധികം കട്ടി മാവും അല്ല. ഇതുപോലെ ആയിരിക്കണം റാഗിൻ്റെ മാവ് അരക്കുമ്പോൾ. ഞാൻ ഇഡ്ഡലി തട്ട് ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇഡ്ഡലി എല്ലാം നല്ല സോഫ്റ്റായി ഫ്ലഫിയായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇത് നോക്കിയേ, നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി ആയില്ലേ. ഇതേപോലെ നമുക്കൊന്ന് ദോശയും കൂടി റെഡിയാക്കി എടുക്കാം. സംഭവം കൊള്ളാല്ലേ, നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. എന്നാൽ അരി ഭക്ഷണം ആണോ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ. അപ്പം പിന്നെ നമുക്കിതല്ലേ നല്ലത്. എന്നും 3 നേരം അരി മാത്രം കഴിച്ചാൽ ശരീരത്തിന് വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതിനെക്കൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം.